ഇപ്പോൾ പലരും പറയാറുണ്ട് 5 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, പക്ഷേ നമ്മൾ 10 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു, പക്ഷേ എന്താണ് നന്നായില്ലേ എന്ന് നമ്മൾ പറയും. എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ ഒക്കെ അങ്ങനെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കേരളം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള ഒരു ബിസിനസ്സിന് പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നന്നാക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ നമ്മൾ. അപ്പോൾ അത് സെൻസിബിളായിട്ടുള്ള പ്രാക്ടിക്കലുള്ള തീരുമാനങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും എൻ്റെ സിനിമകളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു എഴുതുക കൂടി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഷോട്ട്, ആ ഷോട്ട് എടുക്കാൻ 10 ലക്ഷം രൂപ ചിലവാണ്. ആ ഷോട്ട് ഫൈനലി സിനിമയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 50,000 രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു കോംപ്രമൈസ് തന്നെയാണ്. സിനിമ ടോട്ടലി ഇറ്റ്സ് കോംപ്രമൈസ്. ഒരു സിനിമ തുടക്കം മുതൽ അവസാനം ഒരു കോംപ്രമൈസ് തന്നെയാണ്. കോംപ്രമൈസ് ഇല്ലാതെ സിനിമ ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസുകൾ സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലുണ്ട്. അപ്പം ഈ പറഞ്ഞ 50,000 രൂപയ്ക്ക് എടുത്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല എങ്കിൽ ഞാൻ അതിനെപ്പോഴും ഓപ്റ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടല്ല, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു മലയാളം സിനിമയാണ്, ഇവിടെ തിയേറ്ററിൽ ഓടേണ്ട സിനിമയാണ് എന്നുള്ളൊരു ധാരണ എനിക്ക് വളരെ പണ്ട് തൊട്ടേ ഉണ്ട്. ഫ്ലാറ്റ് സംസ്കാരം ഈ സിനിമയിലുണ്ട്. ജയസൂര്യ താമസിക്കുന്നത് തൃശ്ശൂരിലൊരു ഫ്ലാറ്റിലാണ്. അത് തൃശ്ശൂരിൽ വന്നിട്ടുള്ളൊരു പുതിയ മാറ്റമാണ്. അതിനെ ഉൾക്കൊണ്ടിട്ടുള്ളൊരു സിനിമ തന്നെയാണത്, അല്ലാതെ അതിന് മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു സിനിമയല്ല. അതും ഇതിലുണ്ട്. അതിനോടൊപ്പം നമ്മുടെ നാടിന് ഇഷ്ടമാണ് ആളുകൾക്ക്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിന് എന്തുകൊണ്ട് ഇപ്പോഴും ഇത്ര ആൾ പോകുന്നു? എന്തുകൊണ്ടാണ്? ആളുകൾക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. അപ്പം അത് നമ്മൾ സിനിമ ചെയ്യുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ വന്നതാണ്, അതല്ല അതിൻ്റെ അത് എന്നുള്ളത്. ഇത് ഈ സിനിമയുടെ ടൈറ്റിൽ സോങ്, തൃശ്ശൂരിനെ പറ്റിയൊരു ടൈറ്റിൽ സോങ്ങാണ്. തൃശ്ശൂർ പോട്ടെ, തൃശ്ശൂർ ഭാഗത്തുള്ള തിയേറ്ററുകളിൽ അതൊരു തൃശ്ശൂർ പൂരം കൊണ്ടാടുന്ന പോലെ തന്നെയാണ് ആ പാട്ടിനെ ആളുകൾ വരവേൽക്കുന്നത്. അതല്ല, ഈവൻ മലപ്പുറം പോലെ ഉള്ളൊരു സ്ഥലങ്ങളിൽ ആ പാട്ടിന് ലഭിക്കുന്നൊരു സ്വീകാര്യത എന്ന് പറയുന്നത് നമ്മുടെ നാട് എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരെന്നില്ലല്ലോ, കേരളമല്ലേ നമ്മുടെ നാട്. ആ ഒരു ഫീലിംഗ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്, ഈ ചെറുപ്പക്കാർക്കും ഉണ്ട്. അവർക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി ഇല്ല എന്നായിരിക്കാം. ഇത് കേൾക്കുന്നവർ പെട്ടെന്ന് നെറ്റി ചുളിക്കുമായിരിക്കാം. കാരണം എല്ലാവരും പറയുന്നു സീക്വൽസ്, വെറുതെ പറയുന്നു. പക്ഷേ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഒരു സിനിമയുടെ റീമേക്ക് ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സീക്വൽ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സിനിമയുടെ 2ാം ഭാഗവും 3ാം ഭാഗവും 4ാം ഭാഗവും 5ാം ഭാഗവും എല്ലാം, 5ാം ഭാഗം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും കാലത്തൊക്കെ എടുക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂരിനുമായിട്ടുള്ള എനിക്കുള്ളൊരു ഇഷ്ടം. ഇത് എത്ര ഭാഗം എടുത്താലും ഇത് തൃശ്ശൂർ മാത്രമേ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഒന്ന്. അപ്പോൾ അതെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മുന്നിൽ വയ്ക്കുന്ന വെല്ലുവിളി ഈ സിനിമ വെച്ച പോലെ തന്നെ ഇപ്പം എൻ്റെ മുന്നിലുള്ളത് പുണ്യാളൻ അഗർബത്തീസാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ? അടിസ്ഥാനപരമായിട്ട് ഈ ക്യാരക്ടേഴ്സ് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ജോയ് താക്കോൽക്കാരൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഗ്രീനു ശർമ്മ, അഭയകുമാർ, ജിം ബ്രൂട്ടൻ, സുധാകരൻ, എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ വെച്ച് ഇനിയും സിനിമ ഉണ്ടാക്കണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല, ഇമ്മീഡിയറ്റ്ലി ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ തൃശ്ശൂർ കണ്ടവനാണോയെന്ന് ചോദിച്ചാൽ ഞാനതിന് അത്ര വലിയൊരു യെസ് എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ വളരെ അന്തർമുഖനായിട്ടുള്ള ഒരു വ്യക്തി അന്നും എന്നും ആണ്. എൻ്റെ ലോകം എപ്പോഴും വളരെ ചെറുതായിരുന്നു. എനിക്ക് വളരെ വലിയൊരു സൗഹൃദ വലയങ്ങൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ലോകം, ഞാൻ തൃശ്ശൂർ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ വീട്, ഞാനൊരു സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ട്യൂഷൻ ക്ലാസ്സുകൾ, അവിടെയുള്ള കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ, എല്ലാവരും ഇല്ല. സ്കൂളിൽ നിന്ന് പറഞ്ഞാലും സ്കൂൾ ബസ്, സ്കൂളിൽ തിരിച്ചു വരുന്നു, വീട്ടിൽ വരുന്നു. ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ തന്നെ പറഞ്ഞാൽ തൃശ്ശൂർ ഇറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകൾ, കുറച്ച് വീഡിയോ കാസറ്റിൽ കിട്ടുന്ന സിനിമകൾ, അങ്ങനെയുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള തൃശ്ശൂർ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അപ്പോൾ വലിയൊരു തൃശ്ശൂർക്കാരനാണെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ തൃശ്ശൂരിനോട് എനിക്ക് ഭയങ്കരമായ സ്നേഹമുണ്ട്. ഞാൻ എപ്പോഴും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. എൻ്റെ തൃശ്ശൂരിലെ വീട് എന്ന് പറയുന്നത് അതിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വളരെ വളരെ വലിയ വിലയ്ക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ആരും താമസിക്കുന്നില്ല, വെറുതെ ആ വീട് ഇട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ വീട് കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഒരു കൗമാരം, അതൊക്കെ അതിൻ്റെ ഓർമ്മകൾ മുഴുവൻ ആ വീട്ടിലാണുള്ളത്. അപ്പം തൃശ്ശൂരിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ, എൻ്റെ പിൻകോഡ് എന്ന് പറയുന്നത് തൃശ്ശൂർ 4 എന്നാണ്. അപ്പം ഏറ്റവും വലിയ ആഗ്രഹം തൃശ്ശൂർ 4 എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാക്കണം. അപ്പോൾ ഒരു കൗമാരക്കാരൻ്റെ ഒരു കഥയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സൈക്കിളൊക്കെ ഓടിച്ച് സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കാൻ പോയി, ഡോൺ ബോസ്കോ സ്കൂളിലൊക്കെ പഠിച്ച്
ആയിട്ടുള്ള ആ ഒരു കുട്ടിയുടെ ഒരു കഥ ഉണ്ടാക്കണം എന്നുള്ള അന്ന് തൊട്ട്. പിന്നീട് ഡൽഹി 6 എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ കൗതുകം, എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അയ്യോ ഒരാളത് ഇട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമാണ് തൃശ്ശൂരിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് സത്യമാണ്. പക്ഷേ തൃശ്ശൂരിന് എനിക്ക് എത്രമാത്രം അറിയാമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല.